പ്രേക്ഷകർക്കും കേരള ഇൻസൈറ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം പി രാജീവിൻ്റെ താത്വിക അവലോകനമാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു തമാശയാണ്. പി രാജീവിൻ്റെ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകളും വാർത്തകളും ഒക്കെ പുറത്ത് വന്നിരിക്കുകയാണ്. ആദ്യം അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി LDF തയ്യാറാക്കിയ ഒരു മുദ്രാവാക്യമായിരുന്നു LDF അല്ലാതെ മറ്റാരുണ്ട് എന്നത്. അത് ജനം പുറംകാലുകൊണ്ട് ആ മുദ്രാവാക്യം ചവിട്ടി തേച്ച് കളഞ്ഞു. പിന്നീട് വെള്ളാപ്പള്ളി നടേശനെതിരെ CPM സ്വീകരിച്ച ചില നിലപാടുകൾ, അതായത് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരം ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ LDF അത് മിണ്ടാതിരുന്നു എന്നതാണ്. അതിനെ തള്ളിപ്പറയുക അല്ലെങ്കിൽ അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയേണ്ടിയിരുന്നു എന്നതാണ് പി രാജീവ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല വിഷയത്തിൽ LDF സ്വീകരിച്ച നിലപാടാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടതിൽ പലരും CPMുമായി ബന്ധമുള്ളവരാണ്. ഇവർക്കെതിരെയുള്ള നടപടികളും അതുപോലെ തന്നെ നിയമപരമായി കേസ് മുന്നോട്ട് പോകാൻ വേണ്ടി CPM സ്വീകരിച്ച ചില അടവ് നയങ്ങളുണ്ട്. അതായത് CPMൻ്റെ ആളുകൾ ഇതിൽ പ്രതിയായപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന രീതിയിൽ ചിന്തിച്ച ചില കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ബോധ്യപ്പെട്ടു. അന്വേഷണ സംഘത്തെ മാറ്റുകയും അതുപോലെ തന്നെ LDF പറഞ്ഞാൽ കേൾക്കുന്ന രീതിയിലുള്ള ആളുകളെ ഇതിൽ വയ്ക്കുകയൊക്കെ ചെയ്തു. ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴിയും ഓൺലൈൻ ചാനൽ വഴി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മുന്നണിയുടെ അല്ലെങ്കിൽ ജനങ്ങൾ ഏറെ വിശ്വസിച്ച് ഭരണമേൽപ്പിച്ച LDF പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അവിടെയൊക്കെ കൂടിയാണ് LDFന് തിരിച്ചടി നേരിട്ടത്. അതൊന്നും വിശദീകരിക്കുന്നില്ലെങ്കിൽ കൂടി ശബരിമല വിഷയം അല്ലെങ്കിൽ ശബരിമല കൊള്ളയിൽ LDF സ്വീകരിച്ച നിലപാട് ശരിയല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ രാജീവ് പറയാത്ത ചില കാര്യങ്ങൾ കൂടി ജനങ്ങൾക്ക് ബോധ്യമായി. കാരണം LDFൻ്റെ നേതാക്കന്മാർ, യുവജന നേതാക്കന്മാർ സംസാരിക്കുന്ന ഭാഷ, ഇവരുടെ രീതി, ജനങ്ങളോടുള്ള ഇവരുടെ സമീപനം, ഇതൊക്കെ ഒരു വലിയ വിഷയമായിരുന്നു. ഇതൊന്നും LDF ചർച്ച ചെയ്തിട്ടില്ല. ജനങ്ങളുടെ മനസ്സിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലൊരു വികാരമായി തന്നെയാണ് അവശേഷിക്കുന്നത്. വികസനം എന്ന പേരിൽ വളരെയേറെ പ്രചരണങ്ങൾ നടത്തി. ഈ പ്രചരണങ്ങളെല്ലാം കുപ്രചരണങ്ങളാണോ എന്ന് ജനം തന്നെ കണ്ടുപിടിക്കുകയായിരുന്നു. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് മാവേലി സ്റ്റോറുകളിലെങ്ങും ഒരു പലചരക്ക് സാധനങ്ങളുമില്ല. ജനം വലയുകയായിരുന്നു പല സമയത്തും. അതുപോലെ തന്നെ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഒന്നും ഈ ഗവൺമെൻറ് ചെയ്തില്ല എന്നത് മാത്രമല്ല, അവരെ പല സ്ഥലത്തും പല നേതാക്കന്മാർ കളിയാക്കുകയുണ്ടായി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ നോക്കി. ഈ ആശാവർക്കർമാർ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാണ്. അവർക്ക് സമൂഹത്തിലും അതാത് പഞ്ചായത്തിലും വളരെ സ്വാധീനമുള്ള സ്ത്രീകളാണവർ. അതുപോലെ തന്നെ കറണ്ട് ചാർജിൻ്റെ വർധനവ്, അതുപോലെ തന്നെ പല സേവനങ്ങൾക്കും ചാർജുകൾ കുത്തനെ കൂട്ടുകയുണ്ടായി. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വലിയ അഴിമതി, ഇതൊക്കെ ചർച്ച ചെയ്തോ എന്നാണ് അറിയേണ്ടത്. അല്ലാതെ താത്വികമായ ഒരു അവലോകനത്തിൻ്റെ സമയമല്ലിത്.